He always said life should be like an ICU. Every moment should like life and death. He hated the word cool. അവന്റെ കാഴ്ചപ്പാടിലെ അഴുക്കുചാലിലേക്ക് അവൻ നോക്കിയിരുന്നപ്പോൾ തോന്നിയത് 414 ചുമ്മാ ടൈം പാസിന് വേണ്ടി ബസ്സിലിരുന്ന് അന്താക്ഷരി കളിക്കുവാണെന്ന്. ഈ ചേരി ലോകത്തെ ഒരു മധ്യസ്ഥനാക്കിയിരിക്കുകയാണ്. ടൈം പാസ്, പോയിട്രി, ബിസിനസ്, റിലേഷൻഷിപ്സ്, അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും തന്നെ കൂളായിരിക്കരുത്. എല്ലാം ചെവി പൊട്ടുന്നതായിരിക്കണം. ദാറ്റ് വാസ് ഹിസ് വേർഡ്, ചെവി പൊട്ടുന്നത്. ഇത് ഞാനാണേ. ഇതിനെ മറികടന്ന് അങ്ങോട്ടെങ്ങാനും പോയാൽ നിന്നെയൊക്കെ പോടാ. പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിൽ നീ എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കും. പക്ഷെ അത് കഴിഞ്ഞൊരു എഴുത്ത് പരീക്ഷയുണ്ട്, അതെന്ത് ചെയ്യും? എടാ ഈ എഴുത്ത് പരീക്ഷയൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇത് ഞാനാണേ. ആരെങ്കിലും മറികടന്ന് എൻ്റെ വാങ്ങിക്കും. ഇത് ഞാനാ കേട്ടറാ. ഞാൻ ഓടിയിട്ട് വരാം. അറിയാടാ, കുറച്ച് പെട്ടെന്ന് ഓടറാ. എടാ മൂന്നാമത്തെ കക്കൂസിലാരെ? എടാ അതിനകത്ത് അവയാടാ ഇരിക്കുന്നേ. ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമല്ലേ, അത് വരുന്നവരെ അവൻ പുറത്തിറങ്ങുമെന്ന് തോന്നില്ല. അവന്റെ റിസൾട്ട് വരുന്നതിന് നമ്മളെന്ത് ചെയ്യാനാ? നിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം. അതെ സഹോദര, പുറത്തോട്ട് ഇറങ്ങ, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ട് പുറത്തു വരും. തുറന്നില്ലെങ്കിൽ അടിയിട്ടും കേട്ടാ. ആർക്കാണ് അടിക്കേണ്ടത്? ആ അഭയ് എവിടെ? അത് ഞാനാ. എടാ അളിയ, അഭയ് എവിടെയാ? മൂന്നാമത്തെ അളിയ പുറത്തിറങ്ങ. 94.7. എടാ പുറത്തേക്ക് വാടാ. പൊളിച്ചടാ മോനെ. എടാ നീ എന്തിനാ ഇപ്പൊ കെട്ടിപ്പിടിച്ചത്? പോയി ആദ്യം കൈ കഴുകുക. ഞാൻ അതിന് പോയതല്ല, റിസൾട്ട് നോക്കിയിരിക്കായിരുന്നു. നീ എന്തായാലും ജയിച്ചല്ലോടാ. എന്റെ കിളിയൊന്നും പോയിട്ടില്ല. ഇടാ തണ്ടി പറയുന്ന കേക്ക്. ഷോക്കായില്ലേ? അവന്റെ 100 അറിയുന്ന മുമ്പ് എന്റെ 100 പോയനെ. റിസൾട്ട് വന്നതിന് ഇത്ര ഷോക്കാവലെന്താ? നിനക്ക് 94% എങ്ങനെ കിട്ടിയേ? നിനക്ക് എങ്ങനെയാണോ മസിൽ വരുന്നത് അതുപോലെ കിട്ടിയതാടാ 94.7. ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും പാസ്സായിക്കോളാം. പക്ഷേ എഴുത്ത് പരീക്ഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം. നീ ചെയ്യാമല്ലോ അല്ലേ? ശരിയാക്കാം. എപ്പോ വരണം? എടാ അത് ഞാൻ പറയാം, നീ ഇപ്പൊ ചെല്ല്. ഇപ്പൊ പറഞ്ഞാടാ. എനിക്കാണെങ്കിലേ ജോഗിങ്ങിന് പോകേണ്ടതാ. അമ്മയുടെ അടുത്ത് റിസൾട്ടും പറയണം. ദേ നിന്റെ കല്ലാരെ കൊണ്ടുപോയി. ചെല്ല് വേഗം ചെല്ല്. അത് ഞാനാ. നീ തന്നെ ചെല്ല്. അപ്പൊ ശരി, വൈകിട്ട് കാണോടാ. ഫോമൽ എഡ്യൂക്കേഷൻ വാസ് മൈ ലാസ്റ്റ് ബാക്കപ്പ് പ്ലാൻ. എൻ്റെ അഭിപ്രായത്തിൽ പഠിച്ച് ജോലി വാങ്ങിച്ച് കാശുണ്ടാക്കുന്നത് ജീവിതത്തെയോ ലോകത്തെയോ വായിച്ചറിയാത്തവരായിരിക്കും. സേ ഫോർ ഇൻസ്റ്റൻസ്, മനുഷ്യൻ എൻഡോക്രോണോളജിസ്റ്റ് ആവുന്നു. അതായത് 12 വർഷത്തെ മെഡിസിനിൽ മരണക്കളി കളിച്ചാലും ബിസിനസ് പോസിബിലിറ്റീസ് ഉണ്ടാവുന്നത് 2 മില്ലിമീറ്ററാണ്. തൈറോയിഡിൻ്റെ പ്രശ്നമാണെങ്കിൽ വേറെ. 130 കോടി ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഇവിടെ യൂറിയയ്ക്കും കൺസ്യൂമേഴ്സ് ഉണ്ട്, ഷീലാജിക്കും കൺസ്യൂമേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ആൾ ദൈവങ്ങൾക്കിടയിൽ. ലോകത്തെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ദാറ്റ് ഈസ് വെരി ഈസി ടു ബി റിച്ച് ഇൻ ദിസ് കൺട്രി. എന്നെപ്പോലെയുള്ളവർക്ക് ഇതുവരെ മനസ്സിലാവാത്തത് നമ്മൾ സ്വയം വിറ്റ് നമ്മളെ കൂടി ഇനി എന്നാണ് വിൽക്കുന്നതെന്ന്. ഇന്ന് മൂക്കിനകത്ത് ഓക്സിജൻ ട്യൂബും കയറ്റി കിടക്കുന്ന ഈ സമയത്ത് ECG ഗ്രാഫ് എൻ്റെ ബന്ധുവായി മാറിയിരിക്കുക. ഇപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ആളില്ലേ, ഇയാളുടെ മുഖത്ത് എഴുതി വെക്കേണ്ടതായിരുന്നു, ഐ ടോൾഡ് യു സോ. പക്ഷെ അങ്ങനെ എഴുതിയിട്ടില്ല. ദാറ്റ് ഈസ് ലവ്, ഐ സപ്പോസ്. ഫോമൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു ഉപകാരം എനിക്കുണ്ടായി. ആ കോളേജിൽ ചവറ് പോലുള്ള അധ്യാപകരുടെ ക്ലാസ്സിൽ വെച്ച ഐ മെറ്റ് ദിസ് വുമൺ, ദ ലവ് ഓഫ് മൈ ലൈഫ്. മഞ്ജരി, റിസൾട്ട് വന്നോ മോളെ?
അതിങ്ങതാ ഞാൻ ചെയ്യാം. അടക്കി പൊളിക്കുവോ? ഞാൻ ചെയ്യാന്നേ. ഇതാ ഇത് വെച്ച് പൊളിക്കും. ശ്രദ്ധിച്ചു വേണം. നിന്നെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോണ്ട. ഞാനൊന്ന് നോക്കട്ടെ. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് നിന്റെ റിസൾട്ട് വന്നാലും ഇല്ലെങ്കിലും കൊള്ളാം. അടക്കി പൊളിക്കുന്ന കാര്യത്തിൽ നിനക്ക് 0 മാർക്കാ. ഇതിലും ലാഭം വെളിച്ചെണ്ണ തന്നെയാ. ഞാൻ അല്ലെങ്കിൽ നെർവസ് ആയിരിക്കുക. ഇതൊരു സഹായമൊന്നുമല്ല. ആ അല്ലെങ്കിൽ നീ എന്നെ ഇവിടെ ഒന്നിനും സഹായിക്കാറില്ലല്ലോ. നീ കാര്യം പറ, വെറുതെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? 90% കിട്ടിയാലും നിനക്ക് ഡോക്ടറൊന്നും ആവണമെന്നില്ലല്ലോ. കവിത എഴുത്താണല്ലോ നിന്റെ ഇഷ്ടം. അതിനാണെങ്കിൽ 7% ഉള്ളെങ്കിൽ ഈസിയായി അഡ്മിഷൻ കിട്ടും. പക്ഷെ ഇതെന്റെ വാശിയാ. വിചാരിച്ചാൽ എനിക്ക് ഡോക്ടർ ആവാൻ സാധിക്കുമെന്ന് ഇവരെ അറിയിക്കണമായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യം കവിതകളോടാ. ഓം ശ്രീ ഗണേശായ നമോ നമഃ. ഉയരുന്ന നിന്റെ തുമ്പിക്കൈയിലെ ഉതിരുന്ന ഫലം പോലെ കാലങ്ങൾ ഇന്നത്ര മാറിമറിഞ്ഞു വരുന്നു നിൻ ഭൂമിയിൽ. ഭൂതമെന്റെ പിന്നിലായി, ഭാവി എൻ്റെ മുന്നിലായി. ചോദിക്കരുത്, ചോദിക്കരുത്. ഇന്ന് എൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. ഇന്ന് എൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് കാണാനാവും പിന്നിട്ട വഴികളിൽ ഞാൻ എന്തായിരുന്നുവെന്ന്. ഗണപതി പപ്പാ കണ്ണിൽ കാണുന്നതെല്ലാം മായയെന്നാകിലും. ചേട്ടാ, ഇന്ന് മോന്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ? അതുകൊണ്ടുള്ള സ്പെഷ്യൽ പൂജയാണോ ഇത്? എടാ, ഞാൻ വിഘ്നേശ്വരനെ സ്തുതിച്ചതാണ്. ഇതും ഒരു കണക്കിന് പൂജ തന്നെയാണ്. ആ വാ വാ വാ. ആ പറ പറ, കാര്യം എന്താണെന്ന് പറ. പറഞ്ഞോ പറഞ്ഞോ. ദൈവത്തിനോട് പറയാനുള്ളതാ. അതിനെന്താ പറഞ്ഞോ. സ്വാമി 92.7. അരെ ഗണപതി പപ്പാ. മതി 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 മതി. റിസൾട്ട് എത്ര കിട്ടി? 92.7. 92.7. അരെ ഗണപതി പപ്പാ. അയ്യോ അച്ഛ, ഇത്രയും ചെറുത് കണ്ടെന്ന് വരില്ല. ഇല്ലില്ല, അവൻ അങ്ങനെ ഒന്നും കാണാതെ പോവില്ല. ആ കൊള്ളാലോ, 3 എണ്ണം. ആ പിന്നെ നിനക്കവിടെ വേൾഡ് ക്ലാസ് പ്രൊഫസറിനെ കിട്ടും, ലിറ്ററേച്ചർ. പക്ഷേ മുംബൈയിലെ പുഴകളെല്ലാം വൃത്തികേടാ. നീ പുഴയൊന്നും നോക്കണ്ട, ആളുകളെ നോക്കിയാൽ മതി. അവരിൽ നിന്ന് കവിതകൾ കിട്ടും. ആ പിന്നെ നമ്മുടെ ഗ്രാമം ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ സ്മാൾ നേച്ചർ പോയാൽ അല്ലേ? കുറച്ച് ഓവറായില്ലേ? അല്ല, അച്ഛൻ എങ്ങനെയാ ഈ ഇംഗ്ലീഷ് പഠിച്ചത്? അത് വേറൊന്നുമല്ല, കാലഘട്ടം മാറുന്നതനുസരിച്ച് ആംഗലേയ ഭാഷയ്ക്കും വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതായത് നമ്മുടെ ഈ ഗ്രാമം ഉണ്ടല്ലോ, അത് ഒരു സുന്ദരമായ ചെറിയ ഈജിപ്ഷ്യൻ കവിതയാണ്. പക്ഷേ മുംബൈ ഉണ്ടല്ലോ, എപ്പിക്, മഹാകാവ്യം. മുംബൈ സുന്ദരമാണ്, ഭയാനകവുമാണ്, ക്രൂരവുമാണ്, ദയാലുവുമാണ്. മുംബൈയിൽ ചെന്നതിന് ശേഷം നിനക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും, അതായത് എല്ലാ കവിതകളും സുന്ദരമല്ലെന്ന്. പക്ഷെ എല്ലായിടങ്ങളിലും നിനക്ക് കവിതകൾ കിട്ടും. അത് നീ അനുഭവിച്ചറിയണം. ആ പിന്നെ നീ ദീപാവലിക്ക് വരില്ലേ? ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇത് മൊത്തത്തിൽ 161 ഇല്ലൻ ലെറ്റേഴ്സ് ഉണ്ട്. ദിവസം ഒരു കത്ത്. എന്റെ പൊന്നച്ഛ, കത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ലേ? എന്നാ പിന്നെ നീ ഫോൺ ചെയ്താൽ മതി, ഞാൻ കേട്ടോളാം. പക്ഷേ ശരിക്കുള്ള സുഖം കത്തി തന്നെയല്ലേ? കാരണം നിന്റെ അച്ഛൻ പോസ്റ്റ്മാനാണ്. പിടിക്ക് പിടിക്ക് പിടിക്ക്. ഹായ്. ചേച്ചി, റിസൾട്ട് വന്നോ? 92.7. എടാ, ഞാൻ 6 5 വിട്ടല്ലോ. നീ എത്ര എണ്ണം പിടിച്ചു? നിന്റെ റിസൾട്ട് കാണിക്ക്. അത് നമുക്ക് നേരിട്ട് കാണാലോ. അതാണ് അവന്റെ റിസൾട്ട്. 1 2 3 4 5 ഇതിപ്പോ 92.7നേക്കാളും വലിയ റിസൾട്ട് ആണല്ലോ അച്ഛാ. എങ്ങനെയാടാ എപ്പോഴും എന്നെ തോൽപ്പിക്കുന്നത്? അതവന്റെ കഴിവ് തന്നെയാണ്. നമുക്ക് ഒരുമിച്ചറിഞ്ഞാലോ? ശരി, 1 2 3. ഇവനാണ് തരക്കേടില്ലല്ലോ അച്ഛാ. 1/2 മണിക്കൂർ നീന്തിയായിരുന്നോ നീ?
എന്നാ ഇനി ജോലിക്ക് പൊയ്ക്കോ. ടാറ്റാ. ബൈ. ബൈ. അച്ഛ, അച്ഛന് ഇവന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? മോളെ, കോൺഫിഡൻസിന്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ സ്വയം സന്തോഷവാനായിരിക്കുക. ഐ ഗീവ് ഹിം റെസ്പോൺസ് ടു ബി ഹാപ്പി വിത്ത് ഹിംസെൽഫ്. അവൻ നീന്താറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്, അവൻ ഭയങ്കര സ്മാർട്ടാ. അവന്റെ അച്ഛനും അമ്മയും അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? അഥവാ അച്ഛനില്ലായിരുന്നെങ്കിൽ അവരുടെ ഈ മകൻ. എന്റെ പൊന്നുമോളെ, അതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ദൈവം പകുതി എഴുതിയ ഒരു കവിത എനിക്ക് തന്നിട്ട് പറഞ്ഞു അത് നീ പൂർത്തിയാക്കണമെന്ന്. അതുകൊണ്ട് ഞാനത് പൂർത്തിയാക്കുകയല്ലേ, അല്ലേ? വാ. റിസൾട്ട് വന്നോ മോളെ? 92.7. ആ. 94.7. ഒന്നും പറയാനില്ലേ? ഓ, $94.7. എനിക്കറിയാമായിരുന്നു. എന്താ അമ്മേ ചെയ്യുന്നേ? എത്ര തവണ പറഞ്ഞു ഇങ്ങനെ ചായ കുടിക്കല്ലേന്ന്? ശീലായിപ്പോയി. അച്ഛനോട് പറഞ്ഞോ? ആ, ഞാനിപ്പോൾ തന്നെ പോയി പറയാം. ആദ്യം അമ്മയുടെ അടുത്താ വന്നേ. ആഹാ, ഇന്നത്തെ ദിവസമെങ്കിലും ദൈവത്തിനെ ഒന്ന് വണങ്ങടോ. മാറിക്കേ. ഇങ്ങനെ വഴിപാട് പോലെ അല്ലാതെ വേണമെന്ന് വെച്ച് ചെയ്യേ. ഒരു കാര്യവും ശ്രദ്ധിച്ച് ചെയ്യില്ല. ഞാൻ ട്രൈ ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ പറ്റുന്നുള്ളൂ. ഇനി എന്താ നിന്റെ മുന്നോട്ടുള്ള പരിപാടി? കാശുണ്ടാക്കാൻ പോവാ. പൈസയൊക്കെ നമുക്കുണ്ടാക്കാം. ഇപ്പോൾ പഠിക്കാൻ നോക്ക്. പഠിക്കുമ്പോൾ സമയം വെറുതെ പോവും. കാശ് പെട്ടെന്ന് സമ്പാദിക്കണം. ഈ ഓട്ടോയിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ? ആദ്യ അച്ഛൻ്റെ ദൈവത്തോട് പറ ബാറ്ററി വാങ്ങാനുള്ള പൈസ തരാൻ. രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ സ്റ്റാർട്ടാക്കി തരാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഓട്ടോ ഒരിക്കലും നിൽക്കാറില്ല മോനെ. ആ, റിസൾട്ട് വന്ന് ആഘോഷിച്ച ഏട്ടൻ വഴി കിടപ്പുണ്ട്. ഏയ്, അവൻ എഴുന്നേപ്പിക്കും. വാ. ഏയ്, അബേ, നേരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കുടിക്കുന്നതിനാ? എല്ലാം മറക്കാൻ അതാ നല്ലതാ. ഇന്ന് റിസൾട്ട് വരില്ലേ? അമ്മയ്ക്ക് ഒട്ടും വയ്യ. ചെന്ന് കണ്ടിട്ട് വാ.
നിനക്കിതാ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നീ ചത്തു. മരിച്ചു പോട്ടേന്നേ. എന്തിനാ ഇങ്ങനെ ഒരു ജന്മം? ഇരുട്ടി തുടങ്ങി, വാ പോവാ. എന്താടാ പേടിച്ചു പോയോ? എടാ വിട്ടേക്ക്. നീ ചത്താലും കുഴപ്പമില്ല, പക്ഷെ അമ്മയ്ക്ക് മുൻപ് നീ മരിക്കാൻ പാടില്ല. എടാ ഞാൻ കൊണ്ടുപോടാ ഇവനാ. വാ പോം. വിട. ഏയ് വാ. അഭയ് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോവാ. ഇങ്ങോട്ട് വന്നേ. പതുക്കെ പോ. പതുക്കെ പോവാന്നേ. അഭയെ വിളി. വാ അഭയ്. ഇത് കൂടി ബാഗിൽ വെച്ചേക്ക്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കൊടുത്തേക്ക്. എടി നിന്റെ അച്ഛനൊരു പാവം പോസ്റ്റ്മാൻ അല്ലേ? പിന്നല്ലാതെ. നീ പഠിക്കാൻ പോകുമ്പോ നന്നായി അയക്കണമെന്നുണ്ടാവില്ലേ? ഇതെന്റെ വക, നല്ല ചക്കയാ. സന്തോഷമായ മോക്ക്. താങ്ക് യു. ഞാൻ ഇതൊന്നും കൊണ്ടുപോയില്ല, പ്ലീസ്. അയാള് സന്തോഷത്തോടെ തന്നില്ല. എന്നാ പിന്നെ അച്ഛനും അമ്മയും കഴിച്ചോ. നോക്ക്. വലിയ വീട്ടിലെ പെമ്പിള്ളേരെ വളയ്ക്കണുണ്ടോ നിനക്ക്? അവര് നിന്നെ നോക്കണ്ടേ? നിന്റെ ചെരുപ്പ് നോക്കിയേ, അതിൽ പൊട്ടാൻ ഇനി ഇടവില്ല. ഇവിടെ ഫീസ് കൊടുത്ത് ആപ്പിലായിരിക്കുമോ? ആദ്യം അതിന്റെ ക്ഷീണമൊന്നും മാറട്ടെ, എന്നിട്ടാവാൻ ചെരുപ്പ്. ഡാളിയ, നമ്മളാ മുനിസിപ്പൽ കൗൺസിൽ നമ്പർ 44 പോലെയല്ല, അത് വലിയ കോളേജാ. ആ കോളേജിലെ വാച്ച്മാൻ്റെ നെയിം പ്ലേറ്റ് പോലും തിളങ്ങും, അറിയോ നിനക്ക്? ആ പെണ്ണുണ്ടല്ലോ, അവള് വലിയ വീട്ടിലെ ഒളിച്ചൊളിച്ചാ മേക്കപ്പ് പോലും ഇടുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ആ പുന്നാരം മുളഞ്ഞ സ്വപ്നത്തിൽ കണ്ടായിരുന്നു. വിടാളിയാ. പിന്നെ നിന്റെ ഈ ഉടുപ്പ് ഞാൻ ഒപ്പിച്ചെടുത്തതാ. എങ്ങനെ? മരിച്ചുപോയ നവീനില്ലേ, ഇലക്ട്രിക് ലൈനിൽ ഷോക്ക് അടിച്ച്, അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ കല്യാണം നടക്കേണ്ടതായിരുന്നടാ. അവൻ്റെ ഡ്രസ് സെലക്ഷനൊക്കെ അതിഗംഭീരമായിരുന്നു. ഇനി അതൊക്കെ നിനക്കുള്ളതാ, നീ എടുത്തോ. പിന്നെ ഈ ചപ്പലിൻ്റെ കാര്യം നീ തന്നെ നോക്കിക്കോണം. ഇത് പിടിച്ചേ. ഒരു കാര്യം. എന്താടാ? താനിങ്ങ് വന്നേ. ഒരു 100 രൂപ എടുക്ക്. ഇതിന്റെ ഇരട്ടി ഞാൻ തിരിച്ചു തന്നിരിക്കും. ഡാളിയം, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങത്താ. ഡാളിയം വേണ്ട, അതൊന്ന് പെട്ടെന്ന് എടുക്കുന്നേ, തിരിച്ചു തരാം. നീ 1.5 വർഷമായിട്ട് കളിക്കാറില്ല, ആ കാശും പോവും. ജയിക്കുന്നതിനെ കുറിച്ച് ഓർത്താ പോരെ? നല്ല ഷോട്ട്. ചേട്ടാ, ഈ ചായയുടെ കാശ് കൊണ്ട് എഴുതിക്കോ. എത്ര വരെ പന്തയമുണ്ട്? 100-ന് 500 വെച്ചോളൂ. ഞാൻ കളിച്ചിട്ട് 1.5 വർഷമായി. താൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറ. ശരി, 100-ന് 1000 ആയിക്കോട്ടെ. ശരി, എന്നാ തുടങ്ങാം. ശരി, തുടങ്ങാം. ബാക്കി പൈസ നീ എവിടെ നിന്ന് വെക്കണ്ടാതിരിടാ. പിടിച്ചോ. ബാക്കി കാശ് എവിടെ? ബാക്കി കൂടി വെക്കേ. ബാക്കി ചേട്ടൻ വെച്ചോ, ഇപ്പൊ എൻ്റെ കയ്യിലില്ല. ഞാനോ? സംഭാവനയായിട്ട് മതി, തിരിച്ചു തരാം. ചേട്ടൻ 94% കിട്ടിയത്. അതുകൊണ്ട് 4.7 മാർക്ക്. അതിനിപ്പോ എന്താ? പിന്നെ കാശ് വിഷയമില്ലല്ലോ. ശരി ശരി, കളിക്കാം. ചേട്ടനും വെക്കേ. വച്ചെന്ന് തന്നെ കരുതിക്കോ, എന്റെ പോക്കറ്റിലെ കാശ് തന്നെ അല്ലേ അത്. ടോസ് ഇടട്ടെ? ആയിട്ടോ. പറയേ, പറയടോ, തുറച്ചു നോക്കാതെ പറയടാ. വലത് കറുപ്പ്. കോപ്പേ, കളി ഇതുവരെ തുടങ്ങിയിട്ടില്ല.
അപ്പൊ തുടങ്ങിയാലോ? ചേട്ടാ ബെസ്റ്റ് ഓഫ് ലക്ക്. നിനക്കും കൊള്ളാം കൊള്ളാം, കലക്കി, പൊളിച്ച് ചേട്ടാ, പൊളിച്ചു പൊളിച്ചു. അവൻ ജയിക്കില്ല ചേട്ടാ. ആഹാ, സൂപ്പർ ഷോട്ട്. കൊള്ളാം. സൂപ്പർ ഗെയിം. ഒന്ന് ശ്രദ്ധിച്ച് കളിക്കടാ. ശ്രദ്ധിച്ച് കളിക്കേ. എടാ നോക്കി, അത് വീണോളൂ. ഞാൻ പറഞ്ഞില്ലേ വീണു. കണ്ടില്ലേ? ചേട്ടോ അതും എടുത്തോ. ഇനി ഇത് നോക്ക്. എടാ ശ്രദ്ധിച്ചു, അടുത്ത തവണ വീഴൂടാ. എടാ ശ്രദ്ധിച്ചു. അടിപൊളി മോനെ. അതാ shot. അടിപൊളി. എന്തുവാടേ ഇത്? നിന്റെ കോയിൻ എങ്ങനെ ഒരെണ്ണായത്? അതെങ്ങനെ? രണ്ടെണ്ണം കാണേണ്ടതല്ലേ? ചേട്ടാ ഇത് ഫോക്കസ് ചെയ്യേണ്ട ഗെയിമാണ്. ഇനി ചേട്ടൻ ക്യൂൻ കവറിൽ ഫോക്കസ് ചെയ്തോ. ആ ശരി ശരി. ജസ്റ്റ് മിസ്. ഇനി കളി നിന്റെ കയ്യിലാ. നോക്കി നോക്കി ശ്രദ്ധിച്ച് കളിക്കേ, വീഴും. എടാ അബേ, നോക്കി നോക്കി. നിന്നെ കൊണ്ട് പറ്റും മോനെ, നിന്നെ കൊണ്ട് പറ്റൂടാ. ഓടാ. കണ്ടോടാ പയ്യൻ കളിച്ചത് എങ്ങനെയാണ്? നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കാം. മാത്രമല്ല കളിക്കാനും എടുക്കണ കൊണ്ടുപോയിട്ട് പൈസ പോയി കിട്ടി. കഷ്ടം തന്നെ. സമയം എന്തായാലും കൊള്ളാം. ചേട്ടൻ പറഞ്ഞ രണ്ടല്ലേ, ആക്ച്വലി 3 എണ്ണം ബാക്കി ഒരെണ്ണമായിരുന്നു. അതെ 3 എണ്ണം. അവന്റെ പൈസയും പോയി. എന്താടാ അവൻ പറഞ്ഞത്? മധുരമുള്ള പൊറോട്ട ഉണ്ടാക്കുകയാണ്. നീ കഴിക്കുമല്ലോ. ഒന്ന് വരാവോ? രണ്ടോ നാലോ മാസം, അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഡോക്ടർ വേദനയെങ്കിലും ഒന്ന് കുറച്ചാ. പെയിൻ കില്ലർ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഒന്നും ആവുന്നില്ലല്ലോ. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കുക മാത്രമേ മാർഗമുള്ളൂ. ഒരു ഇഞ്ചക്ഷൻ 500 രൂപയാകും. എത്ര ദിവസം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? 4 ദിവസം. ദാ ഡോക്ടറെ. ശരി, നീയും കൂടെ ചെല്ലും. ആ വല്യമ്മേ, ആ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. Sir, may I come in? Young man, you are a little early for the next class. Sorry. It's your first time, and each WB eats. I'm in a good mood.
come in. There is no country for old man. The young in none of these arms, birds in the trees, those dying generations at their sock. What does this mean? ഇതിപ്പോ എന്ത് കുന്തായി പറയുന്നേ? Okay, so pay attention. This poem begins with an old man who feels out of place സോറി, ഞാൻ മുനിസിപ്പാലിറ്റി സ്കൂളിൽ നിന്നാണ് വരുന്നത്. when he sees the bomb of the തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? and he claims, as we can see, ഡബ്ല്യു ബീഡ്സിന്റെ കവിതയാ, അല്ലാണ്ട് കുന്തമൊന്നുമല്ല. that there is no country for old men. മഞ്ചേരി 92.7. The word old FMO. does not only refer to the age of this man, പെർസെൻറ്റേജ് but also to the experience 92.7 കിട്ടിയിട്ടും എനിക്ക് കവിത ഇഷ്ടമായോണ്ടാ ഇവിടെ ചേർന്നത്. that he has gathered over all these years. Birds in the trees is സത്യസന്ധയാണല്ലോ. self-explanatory. Those dying generations ഷുവർ. at their song. ആദ്യ മീറ്റിംഗിൽ തന്നെ എനിക്ക് മനസ്സിലായി നീ എത്ര വലിയ That's വിഡ്ഢിയാണെന്ന്. the old man's generation. Now, moving on to the next stanza. The salmon falls, the mackerel crowded seas. സോറി, Let me say this once again. തെറ്റിദ്ധരിച്ചേക്കല്ലേ? The salmon falls, ഞാൻ പറഞ്ഞില്ലായിരുന്നു, the mackerel crowded seas. ബോയ്സ് സ്കൂളിലായിരുന്നു. കവിത ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്ക്. Fish, flesh, or fowl, comment all summer long. പറയുന്നത് കവിത തന്നെയാണ്, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടൊന്നുമില്ല. Let's analyze this stanza. The image തന്റെ we get കാഴ്ചപ്പാട് about എങ്ങനെയാ? the lovers, birds, വായിക്കാൻ seas, പറ്റിയ ഒരേ ഒരു and സബ്ജക്റ്റേ ഉള്ളൂ, all denotes the provinces of young, ഫൈനാൻസ്. but with no realization 12 വർഷമായിട്ട് ഞാൻ ഒരേ ഒരു സബ്ജക്റ്റിന്റെ പുറകെ പോയിട്ടുള്ളൂ. whatever exits would അതുകൊണ്ട് always 92.7. one day come to death. ഡിസിപ്ലിൻ. Now, moving on. ചിലപ്പോൾ ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അഭയ് ഡൂബെ 94.7. Whatever is begotten, born and dies, caught in that sensual music, all neglect, monuments of unaging intellect. ഈ ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിയർ അച്ഛാ, ഈ മുംബൈയിലേക്ക് വരുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാം ഓർമ്മ വന്നു. അതിമനോഹരമായ കവിതകളുടെ ലോകം തന്നെയാണ് ഇവിടെ. എല്ലാം വേറിട്ടവയാണ്. കോളേജിൽ ഞാൻ വ്യത്യസ്തരായ ആളുകളെ കണ്ടുമുട്ടി. എന്റെ ആദ്യത്തെ ഫ്രണ്ടാണ് മാനസി. അവളെന്റെ ഹോസ്റ്റലിലെ റൂംമേറ്റാ. ഇയാൾ എവിടെന്നാ? അവൾ എപ്പോഴും അവളുടെ ബോയ്ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബോയ്ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കാത്ത സമയത്തൊക്കെ അവൾ അയാളെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടോ? ഹലോ മോനു. ശരിയാ. We have analyzed the two stanzas. Let's move on to the third. Oh, say May I come in, sir? You are late again. സോറി. Sorry, ഒരു വട്ടമേ പറയാവൂ. Why are you late? Give me a reason and no false excuse. Come on, reason and the truth only. Don't waste my time, okay? ഓക്കെ സർ, ഐ വോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഐ വിൽ ഗിവ് യു ദ ട്രൂത്ത്. സാറ് എവിടെയാണ് താമസിക്കുന്നത്? Sorry? അല്ല, സാറിൻ്റെ ഏരിയ വേർ? Pavai, why? സാറ് കാരണം ലേറ്റായത്. What do you mean? സർ, ഞങ്ങൾ പൊതു ശൗചാലയങ്ങളിലാണ് പോവാറ്. പുറകിൽ കനാല. ഞങ്ങളുടെ വേസ്റ്റൊക്കെ അങ്ങോട്ടാണ് പോവാറ്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഒരു ഗട്ടർ ലൈനുണ്ട്. അതിലൂടെയാണ് പവായിലെ നിങ്ങളെപ്പോലെ വലിയ ആളുകളുടെ വേസ്റ്റ് വരുന്നത്. ഇന്നാണെങ്കിൽ ആ ഗട്ടർ ബ്ലോക്കായി. അത് ബ്ലോക്കായാലുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിലെ വേസ്റ്റ് ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അത് വൃത്തിയാക്കി സർ 2 പ്രാവശ്യം. പിന്നെ വീട്ടിൽ ചന്ദനത്തിരിയും കത്തിച്ചു. സർ, ഈ ബെഡ് സോർസ് എന്താണെന്നറിയോ? ബെഡ് സോർസ് ഈ ബോഡി മുഴുവൻ അഴുക്കൊണ്ട് നിറയും. അവിടെ വ്രണം ഉണ്ടാവും. എൻ്റെ അമ്മ കിടപ്പിലാണ്. ഇന്ന് ആദ്യമായി ഞാൻ അമ്മയുടെ ശരീരം വൃത്തിയാക്കി. മുമ്പ് ചേട്ടനാ ചെയ്തിരുന്നത്. ഈയിടെ അവൻ കുടിക്കാൻ തുടങ്ങിയ ശേഷം പാവ എൻ്റെ അമ്മയെ കുഴപ്പത്തിലായത്. പിന്നീട് ആ ജോലികളെല്ലാം എൻ്റെ അച്ഛൻ ചെയ്യാൻ തുടങ്ങി.
അമ്മയെ വൃത്തിയാക്കുന്ന സമയത്ത് അച്ഛൻ മുഖത്ത് തൂവാല കിട്ടുമായിരുന്നു. സർ, ഐ ഡോണ്ട് ലൈക്ക് മൈ മദർ ടു നോ ദാറ്റ് ഷീ സ്റ്റിങ്സ്. സർ, ഇന്ന് ആദ്യമായതുകൊണ്ട് അമ്മയെ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. 2-3 തവണ അമ്മ ശീലമാവും. ഈ ഛർദ്ദിക്കുന്ന ശീലം ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് ട്രെയിൻ പിടിച്ച് സാറിൻ്റെ ക്ലാസ്സിന് എനിക്ക് വരാൻ പറ്റും. ഐ വോണ്ട് ബി ലേറ്റ് വെരി ഓഫൺ, ബട്ട് ഇനി ഇതുപോലെ വൈകുകയാണെങ്കിൽ എൻ്റെ എക്സ്ക്യൂസസ് സാറൊന്ന് അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഞാൻ ഇരുന്നോട്ടെ? സർ, മേ ഐ സിറ്റ്? യെസ്. താങ്ക് യു. O sages standing in God's holy fire, as in the gold mosaic of a wall, come from the holy fire, burn in a gyre, താനിപ്പോ അവിടെ നിന്ന് സംസാരിച്ചത് ശരിക്കും നാരായൺ സുർവി പോലെ and ഉണ്ടായിരുന്നു. be the singing masters of my അതാരാണ്? soul. Great poets. Consume my heart away, Poetries are always beautiful. sick with the desire, Sometimes it's and dark. fasten to a dying animal. This was the best poem I ever It heard. knows not what it is, and gather into the artifice of eternity. So, let's analyze this stanza. ദാ, ഇതാണ്. ഒരു കവിയുണ്ടല്ലോ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിത ഏതായിരുന്നു? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയിരുന്ന വരികൾ. മാനുഷ്യൻ മറന്നാലും പ്രകൃതി മറപ്പിയില്ല, തേനുലാവിന വസന്തർത്തു വന്നെത്താറായി, കുയിൽ കൂവുന്നു കുറച്ചരച്ചു പൂക്കാലത്തിൽ. ചെവി പൊട്ടിയാന്